അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച വീഡിയോ നമ്മുടെ കക്കാട് മിഫ്താവുൽ മദ്രസ ഇവിടെ ദേശീയപാത NH റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഇവിടെ വിട്ടുകൊടുത്ത് പൊളിച്ചൊക്കെ നീക്കം ചെയ്തു. അതിനുശേഷം താൽക്കാലികമായി നമ്മളെ പഠിത്തമൊക്കെ കക്കാട് മൗണ്ട് സീന കോളേജിലേക്ക് മാറ്റി. ഇപ്പോൾ അവിടെയാണ് പഠനം. ഏകദേശം ഒരു 6 മാസത്തോളമായി ഏകദേശം അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പോൾ പുതിയതായിട്ട് മദ്രസൻ്റെ വഖഫ് ചെയ്ത സ്ഥലത്ത് തന്നെ പുതിയതായിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ ശിലാസ്ഥാപനം ഇന്ന് നിർവഹിക്കുകയുണ്ടായി. അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അത് തെക്കുംപറമ്പാണ്. അത് 24 സെൻറ്റിലാണ് ആ സ്ഥലം ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം പഴയ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ആദ്യത്തെ മിഫ്താവുൽ മദ്രസ കക്കാട് അവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് പൊളിച്ച് നീക്കിയതിന് ശേഷമുള്ള ബാക്കി ഭാഗമാണ് നമ്മളതിൻ്റെ പുറവശത്ത് കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ വീഡിയോ ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് മൗണ്ട് സീനയും കാണിച്ച് ഇപ്പോൾ ശിലാസ്ഥാപനം നടന്ന ആ ഭാഗത്തെ വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം. വർക്ക് നമ്മളെ കക്കാട് മുതൽ ചെറുമുക്ക് ഭാഗത്തേക്ക് പോകുന്ന റോഡ് വരെ സർവീസ് റോഡിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. മെറ്റലൊക്കെ ഇട്ട് ഇതിൻ്റെ പണികൾ അതായത് ടാറിങ്ങൊക്കെ ചെയ്ത് അതിലൂടെ വാഹനങ്ങളൊക്കെ ഓടിത്തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് മൗണ്ട് സീന കോളേജിലേക്കാണ് പോകാനുള്ളത്. അപ്പോൾ ആ ഭാഗത്തെ വീഡിയോകളൊക്കെ കണ്ട് അവിടെ നമുക്ക് തിരിച്ച് നമ്മുടെ ഇപ്പോഴത്തെ മദ്രസ പുതിയതായിട്ട് നിർമ്മിക്കുന്ന മദ്രസയുടെ ഭാഗത്തേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അപ്പം മുന്നോട്ട് പോയി നോക്കാം. ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് നമ്മുടെ കോളേജ് എത്തി. അപ്പോൾ നമ്മളിവിടെ എത്തിയ സമയത്ത് മദ്രസ ക്ലാസ്സൊക്കെ കഴിഞ്ഞിരുന്നു. ആ സമയത്ത് കുട്ടികളൊക്കെ ഇവിടെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഇപ്പോൾ മദ്രസ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് നമ്മളെ മൗണ്ട് സീന കോളേജിൽ. ഇവിടുന്ന് ഒരു 6 മാസത്തോളം ഏകദേശം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഇനി പുതിയതായിട്ട് വരാനുള്ളത് തെക്കുംപറമ്പ് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് പോയി നോക്കാം. അവിടെയാണ് 24 സെൻറ്റിൽ ഇന്ന് ശിലാസ്ഥാപനം നടന്നത്. അപ്പോൾ അത് നടക്കുന്ന അവിടുത്തെ ആ വീഡിയോകളൊക്കെ ഒന്ന് നമ്മൾ കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് പോയി നോക്കാം. കരിമ്പിൽ ആലിൻചുവട്ടിൽ നിന്നും റൈറ്റ് സൈഡിലേക്ക് ഓപ്പോസിറ്റിൽ റോഡുണ്ട്. അതായത് നമ്മളങ്ങാടി എന്നാണ് ആ റോഡിന് പറയുന്നത്. അപ്പോൾ ആ ഭാഗത്ത് കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ പുതിയ മദ്രസിൻ്റെ ഭാഗത്തെത്താം. അപ്പോൾ ഇന്നവിടെ അതിൻ്റെ തറക്കല്ലിടലും അതുപോലെ തന്നെ സെയ്ദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് അതിൻ്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ഒക്കെ നമുക്ക് കാണാം. അതുപോലെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് അടിക്കാതെ നിങ്ങൾ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. അതുപോലെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മളവിടെ എത്താനായിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് പോയാൽ നമ്മുടെ മദ്രസ 24 സെൻറ്റിലാണ് ഇപ്പോഴത്തെ പുതിയ മദ്രസ പണി ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ തറക്കല്ലിട്ട് കഴിഞ്ഞതിൻ്റെ പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മദ്രസയുടെ സെക്രട്ടറി അവിടുത്തെ പ്രസിഡൻറ്റ് അവരൊക്കെ സംസാരിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പൂർണ്ണമായി കാണാം. അപ്പോൾ ശിലാസ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. അദ്ദേഹം അതിൻ്റെ കർമ്മം നിർവഹിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇനി നമുക്ക് മദ്രസയുടെ സ്ഥലവും 24 സെൻറ്റ് സ്ഥലത്തിൻ്റെ പൂർണ്ണമായുള്ള ഭാഗവും അതുപോലെ മദ്രസ് വരുന്ന ഭാഗത്ത് ഒരു ഫോട്ടോയും വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മദ്രസയ്ക്ക് വേണ്ടി തറക്കല്ലിട്ട്, അതായത് കോൺക്രീറ്റ് ഇട്ട ആ ഭാഗത്തുള്ള കുയിലെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടതിന് ശേഷം മദ്രസ സെക്രട്ടറിയുമായി സംസാരിക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ദേശീയപാത NH 66 വേണ്ടി നമ്മുടെ കക്കാട് മിഫ്താഹുൽ ഉലൂമ മദ്രസ പൊളിച്ചു നീക്കപ്പെട്ടു. അതിനുശേഷം നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ പഠിച്ചിരുന്നത് താൽക്കാലികമായിട്ട് മൗണ്ട് സീന കോളേജിലാണ്. ഇപ്പോൾ നമ്മുടെ പുതിയ മദ്രസയ്ക്ക് വേണ്ടിയുള്ള സ്ഥിലാസ്ഥാപനം തെക്കുംപറമ്പിൽ പ്രദേശത്ത് വഖഫ് ചെയ്ത പ്രദേശത്ത് ഉദ്ഘാടനം കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ മുൻ കൗൺസിലറും അതുപോലെ തന്നെ നമ്മുടെ മദ്രസയുടെ സെക്രട്ടറിയുമായ സലാം മാഷ് നമ്മോടൊപ്പമുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം. അതായത് നമ്മുടെ മദ്രസയുടെ വിദ്യാർത്ഥികൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് നമ്മുടെ മൗണ്ട് സീന കോളേജിലാണ് പഠിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ സ്ഥിരാസ്ഥാപനം ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഏകദേശം എത്ര മാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ ഇടയിൽ നമുക്ക് ഇവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയും? ഏകദേശം ഒരു വർഷം എടുക്കും. കാരണം അടുത്ത റമദാൻ കഴിഞ്ഞിട്ട് ആദ്യത്തെ അധ്യയന വർഷം തുടങ്ങുന്ന തുടക്കത്തിൽ ഷവ്വാൽ കഴിഞ്ഞ് പിന്നെ 6 നോയമ്പും കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മൾ ക്ലാസ് തുടങ്ങുക, പുതിയ അധ്യയന വർഷം തുടങ്ങൽ. അപ്പോൾ ഒരു വർഷം ഒരു 9 മാസമാണ് നമ്മളെ ടാർഗറ്റ്. 9 മാസം. അപ്പോൾ ഇതിൻ്റെ പ്ലാന് കാര്യങ്ങളൊക്കെ എല്ലാം ചെമ്മാടുള്ള ഒരു ടീമിനെ നമ്മൾ പിന്നെ 1,04,00,000 ഇപ്പോൾ കോൺട്രാക്ടർ വർക്ക് അവൻ എടുത്തിട്ടുള്ളത്. പക്ഷേ പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അതിനേക്കാളും കൂടുതൽ വരും. ഇത് നമുക്ക് നമ്മുടെ കക്കാട് മിഫ്താഹുൽ മദ്രസ ഏകദേശം 40 സെന്റിലായിരുന്നല്ലോ. ഇപ്പോൾ നമുക്ക് ഈ 26 സെന്റിലാണ് നമ്മളിപ്പോഴുള്ള ഈ മദ്രസ് നമ്മൾ എടുക്കുന്നത്. അവിടെ തന്നെ നമുക്ക് സൗകര്യക്കുറവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മദ്രസക്ക് വഖഫ് ചെയ്ത ചില ഭാഗത്ത് ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തി കൂടുതൽ വിപുലീകരിക്കാനുള്ള വല്ല സംവിധാനങ്ങളും നമ്മളവിടെ മിഫ്താഹുൽ മദ്രസ ആദ്യത്തെ കെട്ടിടം 34 സെന്റാണ്. അപ്പോൾ അത് 29 സെന്റ് എടുത്ത് അതിൽ ഇനി ബാക്കി അവിടെ 3.9 സെന്റ് ഉണ്ട് അവിടെ ബാക്കി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കെട്ടിടത്തിന് വരുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ 24 സെന്റാണ് ഉള്ളത്. അപ്പോൾ ചെറുതായിട്ടുള്ള ഒരു പ്രയാസം വരും. അപ്പോൾ നമ്മളിവിടെ മെയിൻ ബിൽഡിംഗ് ഇവിടെ നിർത്തി ബ്ലോക്ക് ഇവിടെ പണിതിട്ട് ബാക്കി കുട്ടികളെ നമ്മളിതിൻ്റെ ബ്രാഞ്ച് വേറൊരു 8 വീട്ടിൽ മമ്മൂട്ടിയുടെ മകള് പിന്നെ വഖഫ് ചെയ്ത ഭൂമി അവിടെ ഉണ്ട്. 1.5 ഏക്കർ ഭൂമി വേറെ ഉണ്ട്. പൊട്ടണം എന്നത്തെ പറമ്പ് അതിനെ പറയാം. അവിടെ നമ്മളിതിൻ്റെ ബ്രാഞ്ച് ഉണ്ടാക്കാനുള്ള പരിപാടി. അത് ഇതിൻ്റെ കൂടെ ഈ വർക്ക് ഏതാണ്ട് ഒരു തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ പണി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ 24 സെന്റ് ഇപ്പോൾ നമ്മുടെ വഖഫ് ചെയ്ത ആര് ഇതിലാണെന്നുള്ളത്? അത് ഇവിടെ കരിമ്പിൽ തെക്കുംപറമ്പിൽ മൊയ്തുട്ടി അതേപോലെ പാത്തുമു എന്നീ 2 ആളുകളാണ് അത് വഖഫ് ചെയ്തത്. അവരിപ്പോൾ ജീവിച്ചിരിപ്പില്ല, അവർ മരിച്ചുപോയി. 1966 വഖഫ് ചെയ്താണ് ഇംദാദുൽ ഇസ്ലാം സംഘത്തിൻ്റെ പേരിൽ പിന്നെ മദ്രസയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവരാണ് അന്ന് വഖഫ് ചെയ്തത്. അവരെ ബാക്കി ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അവർക്ക് നമ്മളെ പരിപാടിക്ക് വന്നിരുന്നു. 600 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ 600 കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സൗകര്യം ഇപ്പോൾ മൗണ്ട് സീന കോളേജിലില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് പണി തീർക്കാന്നുള്ളതാണ് ഇത്ര താമസിക്കാൻ തന്നെ കാരണം. പിന്നെ നമ്മൾ ഈ ഇതിന്റെ പൈസ വഖഫ് ബോർഡിക്ക് പോയതുകൊണ്ട് പിന്നെ വഖഫ് ബോർഡിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള സാങ്കേതികമായ ചില പിന്നെ കത്തിടപാടുകൾ നടത്തി നീണ്ടുപോയി. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ 1/3 ഭാഗം ഇപ്പം നമുക്ക് ഫണ്ട് വന്നു. അപ്പോൾ ഇനി പണി വളരെ സ്പീഡിലായിരിക്കും. എന്താ പറയാ? അപ്പോൾ ഈ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ നമ്മൾ വളരെ നല്ല രീതിയിൽ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു 8-9 മാസം കൊണ്ട് അടുത്ത അധ്യയന വർഷം റമദാൻ കഴിഞ്ഞിട്ട് ഇവിടെ തുടങ്ങണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ തകൃതിയായിട്ട് നമ്മൾ പണി നടത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് നൽകട്ടെ. നല്ല രീതിയിൽ റാഹത്തായി നമുക്ക് അധ്യയന വർഷം കുട്ടികൾക്ക് വളരെ സൗകര്യപ്രദമായ രീതിയിൽ തുടങ്ങാനുള്ള തൗഫീഖ് നൽകട്ടെ. എല്ലാം എല്ലാ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ, നമ്മുടെ ഉദ്ഘാടനം ചെയ്യുന്ന വീഡിയോകളും അതുപോലെ തന്നെ ശിലാസ്ഥാപനം നടക്കുന്ന ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ഈ പ്രദേശത്താണ് നമ്മുടെ മദ്രസക്ക് ഇനി പുതിയ മദ്രസ ഇവിടെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം 24 സെൻറ്റ് സ്ഥലമുണ്ട് ഇവിടെ. അപ്പോൾ മദ്രസൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ മദ്രസ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉയർന്ന് റൂം കാര്യങ്ങളൊക്കെ ആയ സമയത്ത് നമ്മൾ വീണ്ടും എടുത്ത വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ താൽക്കാലികമായി നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ വിടുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലെത്തും. അപ്പോൾ ഇതുപോലൊക്കെയുള്ള പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്.